ചോട്ടെ, ഇപ്പം ഞാൻ പടം എടുക്കാൻ താല്പര്യമുള്ള ആളാണ്. പക്ഷേ ഞാൻ എടുക്കുന്ന പടവും എൻ്റെ മകൻ താങ്കളെ പോലെയാണ്, നല്ല ഫോട്ടോഗ്രാഫിക് മിടുക്കുള്ള ആളാണ്. ഇപ്പോൾ ഞാൻ താങ്കളുടെ മൂണിൻ്റെ പടം കണ്ടതാണ്. ഈ സ്കില്ല് ഇപ്പം നിങ്ങൾക്കും 1300 cc ആണ്, എനിക്കും 1300 cc ആണ്. പക്ഷെ നിങ്ങൾ പറയും നിങ്ങൾ വളർന്ന സാഹചര്യം എന്ന് പറയുകയാണെങ്കിൽ എൻ്റെ മകനും ഞാൻ വളർന്ന സാഹചര്യം അല്ല പറഞ്ഞു വന്നോ പൊളിഞ്ഞു പറഞ്ഞു വന്നോ പൊളിഞ്ഞു. ഒരാൾക്കുള്ള ജനിതകം വേറൊരാൾക്കില്ല, ഒരുപോലല്ല. അതുകൊണ്ട് നമുക്ക് അതിനകത്ത് ആറ്റിറ്റ്യൂഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിൽ പറയാറില്ല, വാസന എന്ന് നമ്മൾ പറയുന്നത് ഈ ട്രെയ്റ്റ്സ് ഉണ്ട്. അതിനോട് ബന്ധപ്പെട്ടാണ് അത്തരത്തിലുള്ള സ്കില്ലുകൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിനകത്ത് താല്പര്യം ഉണരുന്ന നമ്മുടെ ജനിതകമായിട്ടുള്ള ഉണർവുകൾ ഉണ്ടാക്കാൻ പുറത്തുനിന്ന് വരുന്ന ക്യൂസ് സിഗ്നൽസ് കൊണ്ടാണ്. അതിനാണ് എപ്പി ജനറ്റിക്സ് എന്ന് നമ്മളിന്ന് പറയും. ജനറ്റിക്സിൻ്റെ പുറത്തുനിന്നാണ് വാക്കിൻ്റെ അർത്ഥം. എപ്പി ജനറ്റിക്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ജീനും നമുക്കുണ്ട് എന്നുള്ളത് കൊണ്ട് അത് ഉണർന്ന് പ്രവർത്തിക്കണമെന്നില്ല, പുറത്തുനിന്ന് അതിനുള്ള സിഗ്നൽ വരണം. അതാണ് നാച്ചുറൽ നർച്ചർ. അപ്പോൾ ആ നർച്ചർ ചെയ്യുക എന്ന് പറയുന്ന താല്പര്യങ്ങൾ ഉണർത്തുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ കടന്നു വന്നെങ്കിൽ മാത്രമേ ആ ജീൻ ഉണരുള്ളൂ. അല്ലാതെ രണ്ടുപേരും ഒരേ ജീനുള്ള ആളാണെന്ന് പറഞ്ഞാൽ ഉണ്ടാകും. അപ്പോൾ നെപ്പോളിയൻ പറഞ്ഞിട്ടുണ്ട്, 11 വയസ്സുള്ളൊരു കുട്ടിയെ തരികയാണെങ്കിൽ നിങ്ങൾ എന്താക്കാൻ ആഗ്രഹിക്കുന്നു അത് ഞാൻ ആക്കിത്തരാം എന്ന് പറയുന്നത് ശരിയോ തെറ്റോ? അത്ര വിവരമില്ലാത്ത ഒരാളാണ് നെപ്പോളിയൻ. വെടിവെക്കാൻ അറിയാം, അല്ലെങ്കിൽ വാള് കൊണ്ട് വെട്ടാൻ അറിയാം, കുതിരപ്പുറത്ത് പോകാൻ അറിയാം. ജനിതകമൊന്നും അറിഞ്ഞുകൂടാ, ലോകത്തിനെ പറ്റി വിവരമില്ല. അല്ലെങ്കിൽ അത്ര മര്യാദ കെട്ട ഒരു നെപ്പോളിയൻ ഒരിക്കലും ഉണ്ടാകത്തില്ല. അപ്പം അതുകൊണ്ട് അതൊന്നും നമ്മൾ നോക്കണം. നെപ്പോളിയൻ പ്രസിദ്ധനായിരിക്കുന്നത് അറിവുകൊണ്ടല്ല, ആക്രമണം ചെയ്തിട്ടുണ്ടായതാണ്. അതുകൊണ്ട് അയാൾ ആ വരികളൊന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല. ഈ അറിവുമായി ബന്ധപ്പെട്ട് ചോദിക്കുമ്പോഴേ എനിക്ക് മനസ്സിനകത്തൊരു അല്പം പ്രയാസമുണ്ടാക്കിയ 1-2 കാര്യം പറയാം. അപ്പം അതൊക്കെ അവരുടെ ഇഷ്ടവും അവരുടെ സെലക്ഷനും ഒക്കെയാണ്. ഇപ്പം മോഹൻലാൽ താങ്കളത് മറുപടി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പോകും. ഇന്നോ ഇന്നലെയോ നമ്മുടെ പ്രിയപ്പെട്ട അവരും പറയുന്നു, നിങ്ങൾ പ്രതിഷ്ഠാകർമ്മ വേളയിൽ രാമജപം വീട്ടിനകത്ത് അനുഷ്ഠിക്കണമെന്ന് പറയുമ്പോൾ ഇവരൊക്കെ സെലിബ്രിറ്റി ആയി നമ്മെ സ്വാധീനിക്കുമ്പോൾ തന്നെ അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, ഈ നെപ്പോളിയൻ്റെ കാര്യം പറഞ്ഞതുപോലെ സോഷ്യൽ കമ്മിറ്റ്മെൻറ്റ് എന്താണ്? അങ്ങനെ അവരുടെ സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് എന്ന് പറയുന്നത് അവരുടെ മതവിശ്വാസമാണ്. അതുകൊണ്ടാണ് അവരെല്ലാം വിശ്വാസികൾ, അമ്പലത്തിലും പള്ളിയിലും പോകുന്ന ആൾക്കാർ. അല്ല, ഈ മൈത്രേയൻ പറഞ്ഞ ഒരു കാര്യം ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ്. അതായത് പലരെയും കൊന്ന് പടുത്തുയർത്തിയ ഒരു സ്ഥാപനമാണ് രാമക്ഷേത്രം. അവിടെ പോകുന്നവർ മാനവവിരുദ്ധർ എന്നല്ലേ താങ്കൾ പറഞ്ഞത്? അങ്ങനെ തന്നെയാണ്. അപ്പോഴേ ഈ മാനവവിരുദ്ധത എങ്ങനെയാണ് ഈ മനുഷ്യർക്ക് വന്ന് ചേരുന്നത്? എല്ലാ വിശ്വാസികളും ദൈവത്തിലല്ലേ വിശ്വസിക്കും. നമുക്കറിയാവുന്ന എല്ലാ ദൈവങ്ങളും കൊല്ലാനാണ് ഉണ്ടായത്. ഇതെന്താ പ്രശ്നം? ഇന്ത്യയിലെ ഏത് ദൈവത്തിനെ പ്രാർത്ഥിക്കുന്നവനും കൊല്ലാനായി പഠിക്കും. എല്ലാ 10 അവതാരവും കൊല്ലാനുണ്ടായത്. അല്ല, അങ്കി ഇപ്പം മനുഷ്യൻ അതിനെ കൊല്ലാനായി നടക്കുന്നവരായിട്ട് മാത്രം അവതരിച്ചതാണ് ഇന്ത്യയിലെ ദൈവങ്ങളെല്ലാം. പിന്നെ അവരെ ആരാധിക്കുന്നവർ വേറെ എന്ത് ചെയ്യണമെന്നാണ് പറയുന്നത്? അവതാരങ്ങളുടെ ഉദ്ദേശം എന്താ? പിന്നെ ഇന്ത്യക്കാർക്ക് അങ്ങനത്തെ ഒരു കോൺഫ്ലിക്റ്റ് ഒന്നും ഇല്ല. അതിശയപ്പെടാനില്ലെന്നാണ്. ഒരു അതിശയം വേണ്ട. വിശ്വാസിയാണോ കൊല്ലും, അതിനൊരു സംശയം വേണ്ട. അവർ പഠിച്ചത് മുഴുവൻ അതാ. രാമായണ മഹാഭാരതം വായിച്ചാൽ കൊല്ലാനല്ലേ പഠിക്കാനുള്ളൂ. ഭഗവത്ഗീത പഠിച്ചാൽ നിങ്ങൾക്കൊരു സംശയം ഉണ്ടായി കൊല്ലാൻ മടിച്ചായിട്ട് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ഉപദേശിച്ച് കൊല്ലിക്കും. എൻ്റെ ഗുരുക്കന്മാരാണ്, എൻ്റെ സഹോദരന്മാരാണ്, എൻ്റെ പിതാമഹന്മാരാണ് എതിർവശത്ത് നിൽക്കുന്നത്, അവരൊന്നും കൊല്ലാൻ വയ്യ എന്ന് അർജുനൻ പറയുമ്പോൾ എങ്ങനെ കൊല്ലാൻ പറ്റും? നീ അല്ല കൊല്ലുന്നത്, ഞാൻ തന്നെയാണ് കൊല്ലുന്നതെന്ന് പറഞ്ഞ് അർജുനനെ കൊണ്ട് കൊല്ലിക്കുകയല്ലേ ചെയ്തത്. ഈ അർജുനൻ്റെ ആ ഒരു എന്താ പറയുക, ഒരു ബോധ നിലവാരമുണ്ടല്ലോ, അപ്പുറത്ത് നിൽക്കുന്നത് എന്ത് ബന്ധുക്കളാണെന്ന ബോധ നിലവാരത്തെ കൃഷ്ണൻ്റെ ഈ ഉപദേശം അങ്ങനെ സബ്സിഡൈസ് ചെയ്തു. കൃത്യമായിട്ട് ഇയാൾ പഠിപ്പിക്കുന്നത് എന്താണ്? ഈ പ്രപഞ്ചത്തിൽ നടക്കുന്നതെല്ലാം ഞാനാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അതിൻ്റെ സ്വന്തം നിലയിൽ നടക്കുകയാണ്, നീ അതിനകത്ത് ആരുമല്ല എന്നാണ് പഠിപ്പിച്ചത്. അതിന് വിധേയനായി പോവുകയാണ്. നിന്റെ അർജുനനില്ലെന്നാണ് പഠിപ്പിച്ചത്, നീ അല്ല. അർജുനനില്ലെന്നാണ് പഠിപ്പിച്ചത്. അത് പഠിച്ചു കഴിഞ്ഞാൽ കൊല്ലാൻ പറ്റും. അതുകൊണ്ട് ഏത് വിശ്വാസിക്കും മറ്റുള്ളവരെ കൊല്ലുന്നതിന് എന്തെങ്കിലും വിഷമം?
നെതന്യാഹു ഇപ്പം 25,000 ആളുകളെ കൊന്നു. ആര് കൊന്നു? നെതന്യാഹു 25,000 ആളുകളെ കൊല്ലുക എന്ന് പറയുമ്പോൾ ഞാനൊന്ന് ആലോചിച്ചു. നമ്മൾ പോയ മീറ്റിങ്ങിലുണ്ടായിരുന്നു 275 പേരാണ്. ഈ 75 പേര് മരിച്ചു വീണ് കഴിഞ്ഞാലുള്ള ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചാൽ, പക്ഷേ 25,000 ആളുകൾ കൊല്ലപ്പെട്ടു. ഇത് വായിച്ചിട്ട് കോടിക്കണക്കിന് ആൾക്കാരല്ലയോ സെക്കൻഡ് വേൾഡ് വാറിന് ആൾക്കാരെ അങ്ങോട്ട് കൊന്നു. പിന്നെ 25,000 പേരെ പറ്റി ആലോചിച്ച് വിഷമിക്കുന്നതാണ്. ഇറാഖിൽ എത്ര പേര് മരിച്ചാലും ഇതിന് അറുതി വരുമോ? അറുതി വരുമോ എന്നറിയില്ല. കാര്യമുണ്ട്. കൊല്ലുക എന്ന് പറയുന്നത് ജീവസഹജമാണ്. ചിന്തിച്ചത് കുറയ്ക്കാനേ നമുക്ക് കഴിയും. നമ്മളെല്ലാത്തിനെയും കൊന്ന് തിന്നുന്നവരല്ലേ. നെല്ല് പുഴുങ്ങി തിന്നുമ്പോൾ നമ്മൾ കൊല്ലുന്നെന്ന് വിചാരിക്കാറില്ലെന്നേ ഉള്ളൂ. നെല്ല് വേറെ നെല്ലുണ്ടാകാനാണ് ഉണ്ടായിട്ടുള്ളത്, അല്ല നമുക്ക് തിന്നാനൊന്നുമില്ല. ഒന്നൊന്നിനെ ആഹരിച്ചിട്ട് വന്നിരിക്കുന്ന ഒരു സമൂഹമാണ്, ഒരു ജീവനാണ്, ലോകമാണ്. അത് മനുഷ്യരെ കൊല്ലരുതെന്ന് പഠിപ്പിക്കുന്നിടം വരെ എത്തിയിട്ടുണ്ട്. ജീവികളെ കൊല്ലരുതെന്നൊക്കെ പറയുമ്പോൾ ചലിക്കുന്ന ജീവികളെ കൊല്ലരുതെന്നുള്ള അർത്ഥമേ അപ്പോഴുള്ളൂ. ചലിക്കാത്തതിനെ കൊല്ലാതെ ഒരാൾക്ക് ജീവിക്കാൻ പറ്റത്തില്ല എന്നുണ്ട്. അതുകൊണ്ട് കൊല്ലുന്നില്ല, ഞാൻ അഹിംസാവാദിയാണെന്ന് ഗാന്ധി പറയുമ്പോൾ അയാൾ നടക്കാൻ പറ്റത്തില്ല, ശ്വസിക്കാൻ പറ്റത്തില്ല, ചൊറിയാൻ പറ്റത്തില്ല, ബാക്ടീരിയ ചാവും. വിവരമില്ലാത്ത ഒരാൾക്ക് മാത്രമേ ഞാൻ കൊല്ലാതാണ് ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റൂ. കാരണം അങ്ങനൊന്നുമല്ല അത് മനസ്സിലാക്കുക. പക്ഷെ മനുഷ്യരെന്ന് പറയുന്ന ജീവി ഒരു വർഗമാണെന്നും പരസ്പരം കൊല്ലാതെ ജീവിക്കാൻ പറ്റുമെന്ന് കണ്ടെത്തിയ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് കൊല്ലരുതെന്ന് പറയുന്നത്. കൊല്ലേണ്ട ആവശ്യമില്ല, അവരുമായിട്ട് നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. പണ്ട് ഒരു രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ രാജ്യത്തിനും ത്രെറ്റായിരുന്നു. അതുകൊണ്ടായിരുന്നു ചാരന്മാരൊക്കെ ഉണ്ടായി അട്ടിമറിക്കുക എന്ന് പറയുന്നതൊക്കെ ചെയ്തിരുന്നത്. കാരണം ഒരു രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യങ്ങൾക്ക് ത്രെറ്റായി. എന്നങ്ങനല്ല, ഒരു രാജ്യം വികസിക്കുക എന്ന് പറഞ്ഞാൽ മറ്റു രാജ്യത്തിന് ത്രെറ്റാകേണ്ട ആവശ്യമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളുണ്ടാക്കുന്ന കാറ് വാങ്ങുന്ന ആൾ മാത്രമാണ് അപ്പുറത്തുള്ളവർ. അവരും കൂടെ ചേർന്നാണ് നമ്മുടെ വികാസം നിൽക്കുന്നതും തിരിച്ചറിഞ്ഞിരിക്കുന്ന ഈ കാലമാണ് നമുക്ക്. അതുകൊണ്ടാണ് യുദ്ധം ചെയ്യുന്നത് ശരിയല്ല എന്ന് പറയുന്നത്. അതുകൊണ്ട് പണ്ട് കാലത്ത് അലക്സാണ്ടറോ നെപ്പോളിയനോ ശിവജിയോ ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ബേബറോ ചെങ്കിസ് ഖാനോ ഒക്കെ ഉണ്ടായിരുന്നത് അന്യർക്ക് ഭയം ഉണ്ടാക്കുന്നവരായിട്ട് തന്നെയാണ് അവരെല്ലാം നിന്നത്. കൊലപാതകൾ തന്നെയാണ്. പക്ഷെ അത് ശരിയാണെന്നായിരുന്നു അവർ വിചാരിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ 10 അവതാരവും കൊല്ലാനുണ്ടായത്. അതുകൊണ്ട് ആ നിലവാരത്തിലൊന്നും നമ്മൾ അതിനെ മനസ്സിലാക്കണം. അവിടെ നിന്നൊക്കെ നമ്മൾ പോന്നു. ഏത് രാമനേക്കാളും വലിയ ആൾക്കാരാണ് നമ്മൾ രണ്ടുപേരും. അതിൻ്റെ കാര്യം നമ്മളിതുവരെ ആരും കൊന്നിട്ടില്ല. എത്ര ന്യായം പറഞ്ഞാലും ബാലിയെ കൊന്ന രാമൻ എൻ്റെ കാലിൻ്റെ പാദം തിരിക്കാൻ അവകാശമില്ലാത്തതാണ്. അതുകൊണ്ട് അതൊന്നും സംശയമൊന്നുമല്ല. അതുകൊണ്ട് അത്തരത്തിലുള്ള കൊലപാതകളെ ആരാധിക്കുന്ന ലോകത്തൊന്നുമല്ല നമ്മളുള്ളത്. സ്വന്തം ഇണയെ കൊണ്ടുപോയി കാട്ടിക്കളഞ്ഞ ആളെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഇണയെ പിരിഞ്ഞു ഉപേക്ഷിച്ചു എന്നൊക്കെ പറയും ഈ കോത്തന്മാർ. അതൊന്നുമല്ല. സ്വതന്ത്രരായ മനുഷ്യരായിട്ട് ഒന്നിച്ച് ജീവിക്കുന്നവർ തന്നെ ഇന്നും നമ്മൾ. അതുകൊണ്ട് ഈ തരത്തിൽ ഒരു ന്യായവും ഒരു ദൈവത്തിൽ നിന്നും എനിക്കൊന്നും പഠിക്കാനില്ല. എന്നിൽ നിന്നും വേണമെങ്കിൽ ദൈവങ്ങൾക്കൊക്കെ പഠിക്കാം, അത്രേ ഉള്ളൂ. അതുകൊണ്ട് കൊല്ലുന്ന വിശ്വാസികളൊക്കെ കൊല്ലുന്നവരുടെ പുറകെ നടക്കുന്നത് ഇത്ര പോവും. അവർ വിശ്വാസിയാണ്. മോദി ആരാധിക്കാനേ, രാമനെയൊന്നുമല്ല, മോദിയെ പേടിച്ച ആ തരത്തിലുള്ള വരികൾ പറയും. അതൊക്കെ നമ്മൾ അങ്ങനെ മനസ്സിലാക്കണം. അല്ല, സെലിബ്രിറ്റികൾക്ക് വിവരമൊന്നും വരുത്തൊന്നുമില്ല. പാട്ട് പാടിയാലോ ചിത്രം വരച്ചാലോ അഭിനയിച്ചാലോ ഒന്നും വിവരം ഉണ്ടാകത്തില്ല, ധനം ഉണ്ടാകും. കീഴ്പ്പെട്ട് നിൽക്കാൻ ബാധ്യതയും വരും. അങ്ങനെ കീഴ്പ്പെട്ടവരുടെ വരികൾ മാത്രം. ചിത്രയ്ക്ക് പാട്ട് പാടാനറിയാം, അത് കണ്ടൊന്ന് നമ്മുടെ കണ്ണൊന്നും മഞ്ഞളിച്ചു പോകാൻ. ഈ കീഴ്പ്പെടാനുള്ള കാരണം പ്രതീക്ഷകളല്ലേ? അല്ലല്ല, കീഴ്പ്പെടുക എന്ന് പറയുന്നത് ജീവിച്ചിരിക്കണം എന്നുള്ള ആഗ്രഹമാണ്. അവർക്ക് സ്റ്റേക്കുണ്ട്, ധാരാളം സ്റ്റേക്കുണ്ട്. ഒരു ധനം സമാഹരിച്ചിട്ടുണ്ടെങ്കിൽ, അവർ പ്രസിദ്ധി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് ഡെൻ ഉണ്ടാകും എന്നുള്ള പേടി കൊണ്ടാണ് അവരത് ചെയ്യുന്നത്.
അത് തകർന്നു പോകാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിലയിലല്ലെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവർ കുറ്റവാളി തന്നെയാണ്. നിശബ്ദമായി മറ്റുള്ളവരെ കൊല്ലുന്നവരെ ആരാധിക്കുന്നവർ തന്നെയാണ്. അതങ്ങനെ മനസ്സിലാക്കിയാണ്. കീഴടങ്ങിയവരല്ലെങ്കിൽ കൊല്ലുന്നവരെ ആരാധിക്കുന്നവർ തന്നെ. ഇടയ്ക്കൊരു സംശയം ചോദിച്ചോട്ടെ. ഇങ്ങനെ പറയുമ്പോൾ ഇപ്പം രാമക്ഷേത്രം എന്ന് പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിനകത്തുണ്ടായി വരുന്ന ഒരു തരം വിദ്വേഷം അല്ലെങ്കിൽ ഒരു വെറുപ്പ്, കാര്യം അത് ഉണ്ടാക്കപ്പെട്ട സാഹചര്യങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ടാണ്. ഈ പറയുന്നവർക്കൊക്കെ ഇത്തരം ചിന്ത ഉണ്ടാകാതിരിക്കുന്നതാണോ, ഉണ്ടായിട്ട് താങ്കൾ ഈ പറഞ്ഞ സ്റ്റേക്കാണോ അവർ? അവരോട് ചോദിക്കേണ്ട ചോദ്യം. അവരടിമയാണോ അവസരവാദിയാണോ എന്നുള്ള ചോദ്യമാണ് നിങ്ങൾ ചോദിക്കുന്നത്. അത് അവരോട് ചോദിക്കേണ്ട, അതെനിക്കറിയില്ല. ഇനി നമുക്ക് പഴയതിലേക്ക് തിരിച്ചു വരാം. താങ്കൾ പറഞ്ഞു താങ്കളുടെ സമ്പാദ്യം സുഹൃത്തുക്കളാണ്. അപ്പം ഞാൻ ഉൾപ്പെടെയുള്ള സുഹൃത്തുക്കളതൊക്കെ കുട്ടിക്കാം. അപ്പം സുഹൃത്തായി എൻ്റെ റിവാർഡ് എന്താണ് താങ്കളുടെ സൗഹൃദത്തിൽ? എനിക്കറിയില്ല. വണ്ടി കയറി എൻ്റെ അടുത്ത് വന്നിരുന്ന കാര്യം എന്തിനാ പറയുന്നത് മാത്രം ഉത്തരം പറഞ്ഞാൽ മതി. അതെനിക്കറിയാം. ഞാനത് തിരക്കാറില്ല. ഒരാൾ എന്നെ കാണാൻ വരുമ്പോൾ നിങ്ങൾ എന്തിനാണ് എന്നെ കാണാൻ വന്നതെന്ന് ഞാൻ അവരോട് ചോദിക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ, അത്യാവശ്യമുണ്ടോ എന്ന് ചോദിക്കാറ്. അപ്പോൾ അവർ ചിലത് പറയും. അതിനെനിക്കറിയാവുന്ന മറുപടി പറയും. ഇതെന്തുവാണ് അത്? അതിൻ്റെ ആ റിസൾട്ട് അവരുടേതാണ്, അതെൻ്റേതാണ്. ഞാനൊരു വലിയ ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ പോലെ വന്ന് തിരഞ്ഞെടുക്കാം. അവിടെ അതിനകത്ത് വന്ന് ആവശ്യമുള്ള കാര്യങ്ങളാണ് ആൾക്കാരുടെ എടുത്തോട്ട് പോകും. അവിടെ ഉള്ള എല്ലാം നിങ്ങൾ കൊണ്ടുപോകണമെന്നൊന്നും ഞാൻ പറയാറില്ല. ഞാൻ പറയുന്ന എല്ലാം എടുക്കേണ്ട ഒരു ആവശ്യമില്ല. പലതരത്തിലുള്ള സ്കില്ലുകളും പലതരത്തിലുള്ള അറിവുകളും എനിക്കുണ്ട്. അത് ഉപയോഗപ്പെടുന്ന തരത്തിൽ നിങ്ങൾക്ക് ചെയ്യാം. ഈ സൗഹൃദ വലയത്തിൽ അതിൽ എന്താ പറയുക, അതിൽ ഒരു മുഹമ്മദ് ഖാന് അഭിരമിച്ച് ജീവിക്കാനൊക്കാത്ത ഒരു സാഹചര്യത്തിൽ ജീവിക്കുന്ന മൈത്രേയൻ കോവിഡ് ഘട്ടത്തിൽ മനുഷ്യർക്ക് തമ്മിൽ കാണാനൊക്കാത്ത, അത് കാണുകയാണെങ്കിൽ റെസ്ട്രിക്ഷനോടുകൂടി കാണുന്ന ഒരു വേളയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് അനുഭവിച്ചോ? ഞാൻ ഈ എന്താ പറയുക അതിന് ചോദിക്കാൻ കാരണം ആ ഒരു ഇല്ല, എനിക്ക് കാര്യം മനസ്സിലായി. ഞാൻ പരിഹാരത്തായിരുന്നു ആ സമയത്ത്. യാദൃച്ഛികമായി ജയശ്രീയുടെ ഒപ്പമായി ഒരാഴ്ചക്ക് പിന്നെയോ മുമ്പോ ആണ് സംഭവിച്ചിരുന്നെന്നുണ്ടെങ്കിൽ വേറെ ഒരു വീട്ടിലായിപ്പോയി. അത്രയേ ഉള്ളൂ. പക്ഷെ ഞാനിരുന്ന ദിവസം എല്ലാ ദിവസവും എന്നെ ആൾ കാണാൻ പറ്റുന്നുണ്ട്. ഞങ്ങളൊരു 20 അടി അകലത്തിലിരുന്ന് സംസാരിച്ചിരുന്നു. അടുത്തൊരു സ്കൂളുണ്ടായിരുന്നു. സ്കൂളെല്ലാം പൂട്ടിപ്പോയില്ലേ, അതിൻ്റെ വരാന്തിലിരിക്കും. മാസ്ക് ഇടുമായിരുന്നു? ഇല്ല, ഞാൻ മാസ്ക് ഇടത്തില്ല. കാരണം ഞാൻ അത്രയും അകലത്തിലായിരിക്കുന്നു. മാസ്ക് ഇട്ടില്ലേ? ഇല്ല. എങ്ങനെ എന്തിനാണെന്ന് എനിക്കറിയുന്ന ആളാണ്. അല്ലാതെ പോലീസുകാർ പറഞ്ഞിട്ടല്ല ഞാൻ മാസ്ക് ഇടുന്നത്. ഒരു മുറിക്കകത്ത് ഒന്നിച്ചിരിക്കുന്ന സമയത്താണ് മാസ്ക് ഇടേണ്ട ആവശ്യമുള്ളത്. അതിന് ഈ തുറന്ന സ്ഥലത്ത് വൈറസ് ഇങ്ങനെ ലോഡ് ഉണ്ടാകത്തില്ലെന്ന് എനിക്കറിയാം. ഒരു കാറിനകത്തിരിക്കുമ്പോൾ മാസ്ക് ഇടേണ്ട ആവശ്യം പരിചയമില്ലാത്തവർ ഒന്നിച്ച് കൂടുമ്പോഴേ. അല്ല, ഒരു വീട്ടിൽ നിന്ന് താമസിക്കുന്നവർ 4 പേര് കാറിനകത്ത് കയറുമ്പോൾ മാസ്ക് ഇടണം എന്ന് പറയുന്നത് വിവരമില്ലാത്ത പോലീസുകാരുള്ളതുകൊണ്ട് മാത്രം സംഭവിക്കും. ഇല്ല, ഈ പറയുന്നത് വലിയൊരു തമാശയായിട്ട് തോന്നുകയാണ്. എനിക്ക് ശാസ്ത്രീയമായിട്ട് മാസ്ക് എപ്പോൾ ഇടണമെന്ന് അറിയുന്ന ആളാണ്. ഒറ്റയ്ക്ക് വാടത്ത് നയിക്കുന്ന മാസ്ക് ഇട്ട് നയിക്കുന്നതാണ്. ഞാൻ ആർക്കെങ്കിലും അറിയാം. പോലീസിനെ പേടിച്ചിടുന്നവരായതുകൊണ്ടാണ് അതൊക്കെ ചെയ്യേണ്ടി വരുന്നത്. പോലീസുകാർക്ക് പറഞ്ഞൂടാ. അവരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മാസ്ക് ഇല്ലാതെ തന്നെ. മാസ്ക് ഇടാൻ പഠിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. പക്ഷെ അങ്ങനൊന്നുമല്ല ചെയ്യേണ്ടത്. ഒരു മുറിക്കകത്ത് പരസ്പരം ഒന്നിച്ചിരിക്കുന്ന സമയത്ത് പകരാതിരിക്കാൻ നോക്കണം എന്ന് പറയുന്നതാണ്. അല്ലാതെ തുറന്ന കാറ്റടിച്ചുകൊണ്ടിരിക്കുമ്പോൾ കാറ്റിന് അനുസൃതമായിട്ട് മാറിയിരിക്കരുത്. പരമാവധി അത്രയേ ഉള്ളൂ. അല്ലാതെ ഒരു വൈറൽ ലോഡെന്ന് നമ്മൾ പറയും, അത്രയും നമ്മൾ ശ്വസിക്കുകയൊക്കെ വേണം, എന്നാലേ അങ്ങോട്ട് പകരത്തുള്ളൂ. അല്ലാതെ ഈ ആളുകൾ ആചരിക്കുന്ന ആചാരമാണ്, ആൾക്കാർക്ക് അത് ഉപയോഗിക്കാനല്ല അറിഞ്ഞൂടാ. അതേ സമയത്ത് എനിക്ക് പിടിക്കാതിരിക്കുന്നതിന് മാത്രമല്ല, ഞാൻ വേറൊരാൾക്ക് പകർത്താതിരിക്കേണ്ട രോഗമുണ്ടെന്നുണ്ടെങ്കിൽ കർശനമായിട്ട് മാസ്ക് വരും. എനിക്ക് ജലദോഷമുണ്ട്, ഞാൻ മാസ്ക് ധരിച്ച് നടക്കണം. അപ്പം മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ. എനിക്ക് രോഗമില്ല, ആ രോഗമില്ലാത്ത ഞാൻ മാസ്ക് ധരിച്ച് പരസ്യമായിട്ട് ഒറ്റയ്ക്ക് റോഡിൻ്റെ സൈഡിൽ ഇരിക്കേണ്ട കാര്യമുണ്ട്? ഒരു ആവശ്യമില്ല. വാക്സിനേഷൻ എടുത്തായിരുന്നു? വാക്സിനേഷൻ എടുത്ത് അത് ആവശ്യമാണെന്ന് അറിയുന്ന ആളായിരുന്നു. പക്ഷേ അതേ സമയത്ത് ആ വാക്സിൻ എന്ന് പറയുന്ന സാധനം വളരെ ധൃതിക്കുണ്ടാക്കിയതാണെന്നുള്ള വിമർശനങ്ങൾ നമുക്കുണ്ട്. അതേപോലെ തന്നെ അത് RNA ഉപയോഗിച്ചിട്ടുണ്ടാക്കി അതിനുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം. ഇതൊക്കെ സാധ്യതകളാണ്.
സാധ്യതകളാണ്, അല്ലാതെ ശരിയാണെന്നുള്ള ഒന്നും എനിക്കറിയില്ല. അതിനു വേണ്ടിയുള്ള അത് ചിലരൊക്കെ വാശിയോടെ വാക്സിൻ ഉപയോഗിച്ചിട്ടാണ് ഈ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്നൊക്കെ പറയുമ്പോൾ കോവിഡ് വന്നിട്ടാണ് ആ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതെന്ന് എന്തുകൊണ്ട് കണ്ടെത്താൻ പറ്റാതെ പോകുന്നു എന്നുള്ള കാര്യം എല്ലാവരും വിടും. പക്ഷെ അതേ സമയത്ത് ഞാൻ വാക്സിൻ എടുക്കും. അത്രത്തോളം ട്രസ്റ്റ് ഞാൻ. ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കട്ടെ. നമ്മൾ കോവിഡ് വന്നു, ഒരു നീണ്ട ഒരു 5-6 മാസത്തേക്ക് നമുക്ക് വാക്സിൻ ഒന്നും കണ്ടെത്താൻ പറ്റിയില്ല. നമ്മൾ വ്യാകുലചിത്തരായി അങ്ങനെ ശാസ്ത്രത്തെ നോക്കിയിരുന്നു. മൈത്രേയിന് ബോധ്യമുണ്ടായിരുന്നു ഇതിനൊരു പ്രതിവിധി ശാസ്ത്രം കണ്ടെത്തുമെന്ന്? അങ്ങനെ ചിന്തിച്ചു, അങ്ങനെ ആലോചിച്ചിട്ടില്ല. കണ്ടെത്തുമായിരിക്കും, അതിനുള്ള റിസർച്ച് നടക്കുന്ന ലോകമാണെന്ന് അറിയാമായിരുന്നു. അതുകൊണ്ട് കണ്ടെത്തും എന്നുള്ള പ്രതീക്ഷയുണ്ട്. പക്ഷെ അതുവരെ നമ്മൾ ചെയ്യേണ്ട പ്രവൃത്തിയാണ്. ഞാൻ സ്ട്രിക്റ്റായിട്ട് മാസ്ക് ധരിക്കും. പക്ഷെ ഇങ്ങനത്തെ തരത്തിലല്ല. ഞാനൊരു ബസ്സിനകത്ത് കയറുന്ന സമയത്ത് എനിക്കറിയാം ആ ബസ് നിർത്തിയിടും, അപ്പോൾ ഒത്തിരി പേര് ഒന്നിച്ചുണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ വിൻഡോ സീറ്റിൽ കയറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ശ്വസിച്ചു വിടുന്ന മുഴുവൻ അതിനകത്തുള്ളവർ മുഴുവൻ വിശ്വസിക്കുമെന്നറിയാം. ഞാൻ പിടിക്കുന്ന സ്ഥലത്തു നിന്ന് അവർക്ക് പകരാൻ പറ്റുമെന്നറിയാം. ഇതൊക്കെ കൊണ്ട് അതെല്ലാം ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. പക്ഷേ ഈ ആളുകൾ പറയുന്ന പോലെ ഒന്നുമില്ല, അത് അറിഞ്ഞാണ് അത് ചെയ്യുന്നത്. എങ്ങനെയാണത് ചെയ്യണമെന്നുള്ള വ്യക്തമായി മനസ്സിലാക്കിയിട്ട് തന്നെയാണ്. നിർബന്ധപൂർവ്വം ആൾക്കാർ എന്നെ കൊണ്ട് ചെയ്യിക്കാനൊന്നും ഞാൻ അനുവദിക്കത്തില്ല. ഈ കോവിഡ് വന്നത് എനിക്കിപ്പോൾ തോന്നിയൊരു ചോദ്യമാണ്. കോവിഡ് വന്നത് നമ്മൾ മോഡേൺ മെഡിസിൻ വികസിച്ച ഒരു 100-150 കൊല്ലത്തിന് ശേഷമാണ്. ഒരു സാങ്കല്പിക ചോദ്യമാണ്. ഒരു 150 കൊല്ലത്തിന് പിറകെ കോവിഡ് വന്നിരുന്നുവെങ്കിൽ മനുഷ്യരാശി അതിനെ വിജയിക്കും. പക്ഷേ 100 ഒരു 5 കോടി തൊട്ട് 10 കോടി മനുഷ്യർ ചത്തുപോയി. ലോകവ്യാപകമായ 1 കോടി പോലും ആയില്ല, ഇപ്പോഴും ആയിട്ടില്ല. ഞാൻ 800 കോടിക്കകത്ത് 1 കോടി മനുഷ്യർ മരിച്ചിട്ടില്ലെന്ന് പറഞ്ഞു. നമ്മൾ ബാക്ടീരിയ തോൽപ്പിക്കും, അല്ല ആ വൈറസിനെ തോൽപ്പിക്കുമായിരുന്നു. നമ്മൾ മാസ്ക് ധരിച്ചാണ് അതിനെ നേരിട്ടത്. അല്ല, ഞാൻ പാലിച്ചിട്ടാണ് തോൽപ്പിച്ചത്. മാസ്കും ധരിച്ച് അകലം പാലിച്ച് തോൽപ്പിച്ചതിനെയാണ് പിന്നെ നമ്മൾ വാക്സിൻ കൊണ്ട് നേരിട്ടത്. ഈ വാക്സിനും മാസ്കും ഇല്ലാത്ത ഒരു ജനസഞ്ചയവും വൈറസും തമ്മിലുള്ള യുദ്ധത്തിൽ മനുഷ്യൻ ജയിക്കുമായിരുന്നു. ജയിച്ചിട്ടുണ്ടല്ലേ? മനുഷ്യർ ജയിക്കാതിരിക്കുന്നില്ല, ഒത്തിരി പേര് മരിച്ചു പോകും. അതിന് റെസിസ്റ്റൻസ് ഉള്ള കുറച്ച് പേര് എപ്പോഴും കാണും. അതുകൊണ്ടാണ് വ്യത്യസ്തമായ ജനിതകം നമുക്കുള്ളത്. ഒരാളെപ്പോലെ ഒരാൾ ലോകത്തില്ല എന്നുള്ളത് കൊണ്ട് വ്യത്യസ്തതകളോടെ നിൽക്കും. പക്ഷെ നമ്പർ കുറവായിരിക്കും. അങ്ങനെ പോപ്പുലേഷൻ വളരെ കുറഞ്ഞു പോയ കാലങ്ങളുണ്ട്. അതിനെക്കുറിച്ച് പറയാമോ? ഈ പോപ്പുലേഷൻ ഉണ്ടായപ്പോഴാണ് ഗ്രാമത്തിലൊക്കെ വന്ന 5-10 പേരെ ബാക്കി കാണത്തുള്ളൂ, ബാക്കി മുഴുവൻ പേരും. പക്ഷേ ഈ 10 പേരിനകത്ത് 6 പേര് സ്ത്രീകളും 4 പേര് പുരുഷന്മാരായാലും നമ്പർ കൂടും. പക്ഷെ തിരിച്ച് 7 പുരുഷന്മാരും 3 സ്ത്രീകളും ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എക്സ്റ്റെൻഡ് ആയി ഗ്രാമം എക്സ്റ്റെൻഡ് ആയി പോകാൻ നല്ല സാധ്യത. പിന്നെ ഈ കുഞ്ഞുങ്ങളുണ്ടായി വലുതായി വരുന്നതിന് മുമ്പ് അന്യതാ കാരണം കൊണ്ട് ഈ സ്ത്രീകളും പുരുഷന്മാരും മരിക്കും. മനുഷ്യ ചരിത്രത്തിൽ കാരണം ഇത്രയും പേർക്കുള്ള ഭക്ഷണം ഉണ്ടാക്കുന്നതിനുള്ള സർവീസസ് കൊടുക്കുന്ന ഒരു സിസ്റ്റവും പിന്നെ കാണത്തില്ല. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള മറ്റുള്ള കാരണങ്ങൾ കൊണ്ടും മരിച്ചു പോകും. അപ്പോൾ ഒരു ലെവലിന് താഴോട്ട് രക്ഷപ്പെട്ടാലും എക്സ്റ്റൻഷൻ ബാധിക്കാൻ പറ്റും. അല്ല, മനുഷ്യരാശിയുടെ ഒരു ചരിത്രത്തിൽ ഏറ്റവും കുറഞ്ഞു പോയ ഒരു സന്ദർഭം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അത് നമ്മൾ ജനിതകം വെച്ച് പരിശോധിച്ച് നോക്കിയിട്ട് ഇത്രയും കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞാൽ ആ സമയത്ത് ആഫ്രിക്കയിലുള്ള ആൾക്കാരില്ലായിരുന്നു എന്നുള്ള അർത്ഥമൊന്നുമില്ല. ആഫ്രിക്കയിലോട്ട് പുറത്തോട്ട് ഇറങ്ങിയവരുടെ കണക്ക് വെച്ചിട്ടൊക്കെയാണ് ആ പറയുന്ന സ്ഥലങ്ങളൊക്കെ. നമ്മുടെ തുടർച്ച നിൽക്കുന്ന മനുഷ്യരുടെ കണക്കെടുക്കുമ്പോൾ ആ ആളുകളിനകത്ത് ആയിരക്കണക്കിന് ആളിനകത്തേക്ക് റെഡ്യൂസ് ചെയ്യപ്പെട്ടതായിട്ട് കാണുന്നുണ്ട്. അത് ഒരു ഏകദേശം എത്ര വർഷങ്ങൾ? അത് ലക്ഷക്കണക്കിന് വർഷം. ഞാൻ ഹോമോസാപ്പിയൻസ് ഉണ്ടായതിനു ശേഷമാണോ? ആ ഹോമോസാപ്പിയൻസിൻ്റെ കാര്യമാണ്. അതെന്ന് പറഞ്ഞാൽ ഈ ആഫ്രിക്കയ്ക്ക് പുറത്തോട്ട് ഇറങ്ങിയ ഹോമോസാപ്പിയൻസിൻ്റെ തുടർച്ചയിലുള്ളവരുടെ കണക്ക് വെച്ചിട്ടാണ് അത് കണ്ടെത്തുന്നത്. ആഫ്രിക്കയിൽ അപ്പോഴും വ്യത്യസ്തമായിട്ടുള്ള മനുഷ്യർ ഇങ്ങോട്ട് ഇറങ്ങാതെ അവിടെ നടക്കുന്നവരുണ്ടെന്നുള്ള കാര്യം ഇതിനിടയ്ക്ക് മറന്നുപോയി. ഇങ്ങനെയൊക്കെയുള്ള സാധനമുണ്ട്. പുറത്തുള്ള ആളുകളുടെ ജനിതകം പരിശോധിച്ചിട്ടാണ് നമ്മളൊരു ബോട്ടിലേക്ക് എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെ എത്തിച്ചേർന്നത്. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യർ ഉണ്ടെന്നും മറന്നുപോയി. നമ്മളിന്ന് കാണുന്ന മനുഷ്യർ എന്ന് പറയുന്നത് ഹോമോസാപ്പിയൻ എന്ന് പറയുന്ന പോലെ തന്നെ ഹോമോ നിയാൻഡർതാൽസ് ഉണ്ട്, ഡെനിസോവൻസ് ഉണ്ട്. ഈ ആളുകളുടെ ഒക്കെ ആയിട്ട് നമ്മൾ ചേർന്നിട്ടുണ്ടായിട്ടുണ്ട്. അവരുടെ വേരിയേഷനൊക്കെ തന്നെ ഈ ഒരു വൈറസിനെ മറികടക്കാൻ സഹായിക്കുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു വരും. ഇതുപോലുള്ള പല വേരിയേഷൻസ് കൊണ്ട് വരും. അല്ല എല്ലാവരെയും കൂടെ ബാധിക്കുന്ന ഒരു വൈറസും ലോകത്തുണ്ടാകും. എല്ലാ വൈറസിനെ നമുക്ക് കൊല്ലാനും പറ്റത്തില്ല. വൈറസിനെ കൊല്ലാൻ പറ്റത്തില്ല.
ബാക്ടീരിയ ആയിട്ട് എല്ലാത്തിനെയും കൊല്ലാൻ പറ്റത്തില്ല. അത് മറികടന്ന്, അതാണ് എവല്യൂഷൻ എന്ന് പറയുന്നത്. വ്യത്യസ്തതകളോടെയാണ് ഓരോ തവണയും വ്യത്യസ്തതകളോടെ ജനിക്കുന്നത് കൊണ്ടാണ് ഒരു പരിഹാരം എല്ലാവർക്കും ആയിട്ട് മാറത്തില്ല. ഇപ്പം ഈ പറഞ്ഞു വന്നപ്പോഴേ ഈ ബാക്ടീരിയയെ കൊല്ലാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ചോദ്യം തോന്നുന്നു. ബാക്ടീരിയ അല്ല, ഞാൻ ബാക്ടീരിയയെക്കുറിച്ച് തന്നെ പറഞ്ഞത്. അതായത് നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ആൻറ്റി ബാക്ടീരിയൽ ഉപയോഗം അമിതമായിട്ടും അനാവശ്യമായും ചെയ്യുന്നു എന്നതിൻ്റെ പേരിൽ ബാക്ടീരിയ ഒരു റെസിസ്റ്റൻസ് അത് നമ്മൾ ഫേസ് ചെയ്യാൻ പോകുന്ന കുഴപ്പമാണ്. പക്ഷെ അതെന്ന് പറയുമ്പം ആ സൂപ്പർ ബഗ് വന്ന് എല്ലാവരെയും കൂടെ തിന്നുമെന്നൊക്കെ പറഞ്ഞ് വരട്ടേണ്ട കാര്യമൊന്നുമില്ല. കാരണം ജനിതക മാറ്റമൊക്കെ വരുത്തി അവരെയൊക്കെ കൈകാര്യം ചെയ്യാനുള്ള അറിവും കൂടി ഇന്ന് മനുഷ്യർക്ക് ഉണ്ടായിട്ടുണ്ട്. അത്ര പേടിയൊന്നും വേണ്ട. എന്നാലും അതിൻ്റെ ദുരിതം നമ്മൾ അനുഭവിക്കാതിരിക്കരുത്. കുറേ ആളുകൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ആൻറ്റിബയോട്ടിക്കുകളൊന്നും വർക്ക് ചെയ്യാതായി മാറും. അപ്പോൾ നമുക്കൊരു വലിയ ഡെൻഡ് ഉണ്ടാകും. ഇതുണ്ടാവും. എനിക്ക് നല്ലൊരു പേര് തോന്നുന്ന സന്ദർഭമുണ്ട്. അതായത് എൻ്റെ മകനെ ഒരു പനി ബാധിച്ചിട്ട് ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തു. അപ്പം ആൻറ്റിബയോട്ടിക്സ് കൊടുത്തിട്ട് ഒരു ദിവസം രാത്രി എൻ്റെ ഉള്ളിൽ പറഞ്ഞു, ഒരു ആൻറ്റിബയോട്ടിക് അങ്ങോട്ട് വർക്ക് ചെയ്യണില്ല, 2 ദിവസം കഴിയട്ടെ. ഞാൻ ആ 2 ദിവസവും ഉറങ്ങിയില്ല. ഇത് കേൾക്കുമ്പോൾ എനിക്ക് ആ പേടിയാണ് വരുന്നത്. അതൊക്കെ വരും. നമ്മൾക്ക് അത് അങ്ങനെ ഒരു സാധനം നമ്മൾ അടിയന്തരമായിട്ട് വരുന്ന ഒരു 15-20 വർഷത്തിനകത്ത് നമ്മൾ മനുഷ്യർ അനുഭവിക്കും. പക്ഷേ നമ്മൾ വലിയ റിസർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ലോകമാണ്. അതുകൊണ്ട് പലതരത്തിലുള്ള നേരിടലുകൾ അതിനകത്ത് ഈ ബാക്ടീരിയ ബാധിക്കാതെ ജീവിക്കാനൊക്കെ പറ്റുന്ന തരത്തിലുള്ള ഇൻസുലേഷൻസൊക്കെ നമുക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക്സ് അല്ലാത്ത അതിനെ കൈകാര്യം ചെയ്യുന്ന നിലവാരത്തിലുള്ള മറ്റ് മെക്കാനിസങ്ങൾ കണ്ടുപിടിച്ചുകൂടാന്ന് എങ്ങും എഴുതി വെച്ചിട്ടില്ല. ആ സാധ്യതകളും കൂടെ ഉണ്ട്. പിന്നെ മറ്റൊരു സംശയം കൂടി ചോദിച്ചോട്ടെ. അപ്പം ഞാൻ ആ ചോദ്യത്തിന് നേരത്തെ പറഞ്ഞാൽ നമ്മൾ ബാക്ടീരിയലായിട്ടുള്ള ആൻറ്റിബയോട്ടിക്സ് കണ്ടുപിടിക്കുന്നതിന് മുമ്പും മനുഷ്യർ കോടിക്കണക്കിനുണ്ടെന്നുള്ള കാര്യം മറന്നു വരും. നമ്മൾ ജീവിച്ചു വന്നു. അത് കാട്ടിൽ കടുവയുണ്ട്, അത് കാരണം കൊണ്ട് മാനൊന്നും ഇനി പ്രസവിച്ച് വളരത്തില്ലെന്ന് തെറ്റിദ്ധരിക്കുന്ന പോലുള്ള അങ്ങനെയല്ല എവല്യൂഷൻ. നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നവരെല്ലാവരും ജീവിച്ചിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നതുകൊണ്ട് പറയുന്ന കാര്യം. ഇതെല്ലാം ചെയ്തതിന് ശേഷവും വയസ്സായി മരിച്ചു പോകുന്നവർ തന്നെയാണ് നമ്മൾ. ഒരു ആൻറ്റി ബാക്ടീരിയയോ ആൻറ്റിവൈറസോ ഒന്നും കൊണ്ട് തന്നെ ഈ മരണത്തിനെ നേരിടാനായിട്ട് നമുക്ക് കഴിയില്ല. അതറിയണം.